അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പങ്കുവെക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്, വിസാൽ മീഡിയ ചാനൽ കണ്ടാൽ മാനസിക രോഗിയാവുന്നുള്ളത്. വിസാൽ മീഡിയ എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയത് ഒരു കോവിഡ് കാലത്താണ്. ഈ കോവിഡ് കാലത്ത് തുടങ്ങിയപ്പോൾ 4-5 വർഷമായി. ഈ വർഷത്തിനിടയ്ക്ക് വിസാൽ മീഡിയ കണ്ടിട്ട് ആർക്കെങ്കിലും മാനസിക രോഗം വന്നിട്ടുണ്ടോ? ഒരുപാട് പേര് ഈ ചാനൽ കണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില വാർത്തകൾ ചിലവരെ നോവിച്ചിട്ടുണ്ട്, പൊള്ളിച്ചിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്യും, ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷേ വിസാൽ മീഡിയ കണ്ട ഒരാൾക്ക് മാനസിക രോഗമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഈ ചാനലിനോട് ഇത്ര ഒരു വിരോധം? ഇതിലെന്താ ആളുകളെ മാനസിക രോഗിയാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൗൺസിലിങ്ങുമായി ബന്ധപ്പെടുന്ന സൈക്കോളജിക്കലായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ വലിയൊരളവിൽ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഒരു എംപവർ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിസാൽ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ കണ്ട ആർക്കെങ്കിലും മാനസിക? അപ്പോൾ ആ ഒരു കമൻ്റ് ഇട്ട ഒരാളുടെ ഉള്ളിലുള്ളൊരു വെറുപ്പ്, അല്ലെങ്കിൽ ഈ ചാനൽ ശരിക്കും കാണാതെ അഭിപ്രായങ്ങൾ പറയാം. സത്യം പറഞ്ഞാൽ എനിക്കത് അങ്ങനെയുള്ള കമൻറ്റുകളോട് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കമൻറ്റിനോട് എനിക്ക് പ്രതികരിക്കണം തോന്നി. വേറെ ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നു പറയും. നമ്മുടെ ശൈലികൾ മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റുകൾ മാറ്റാം. വിസാൽ മീഡിയ എന്ന് പറയുന്നൊരു ചാനൽ കൊണ്ട് ഒരു മനുഷ്യനേതിലും പണ്ഡിതന്മാർ തമ്മിലുള്ള തർക്കങ്ങളിൽ നമ്മൾ ഇടപെടലില്ല. മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള തർക്കങ്ങളിലോ ആശയ സംവാദങ്ങളിലൊന്നും അതൊന്നും ഈ വിസാൽ മീഡിയയുടെ ഭാഗമാക്കാവാൻ നിൽക്കുന്നില്ല. ഇതിൽ മനുഷ്യരുടെ കാര്യങ്ങൾ സംസാരിക്കലുണ്ട്, ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യലുണ്ട്. അത് അപകടത്തിൽ മരണപ്പെട്ടവരാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ഇപ്പോൾ ഇന്നൊരു ദിവസത എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരൻ അഷ്റഫ് എന്ന് പേരുള്ള ഒരാൾ മരണപ്പെട്ടു. കൊള്ളന്നൂർ, പാലക്കാട് ജില്ലയിലെ കൊള്ളന്നൂരിലാണ്. അദ്ദേഹം ഗൾഫിലായിരുന്നു. ഗൾഫിൽ സുഖമില്ലാതായി, ഒട്ടും റിക്കവറി ആവാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് കഴിഞ്ഞ ദിവസം നാട്ടിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് പുലർച്ചെ അവർ മരണപ്പെട്ടു. എല്ലാവരും ദുആ ചെയ്യുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസ കണ്ടു വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതാണോ നെഗറ്റീവായൊരു കാര്യം പറയുന്നത് എന്നുള്ളത് കൊണ്ടാണോ ഇതൊരു എന്താ പറയുക മാനസിക രോഗം ഉണ്ടാക്കുന്ന ചാനൽ? ഒരുപാട് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ട് ആശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര എംപവർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒരു 98% ആളുകളും ഈ ഒരു ചാനൽ കാണുന്ന ആളുകളാണ്. ചാനൽ കാണാതെ എൻ്റെ വേറെ ആരോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ 2% മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരൊക്കെ വരാൻ കാരണം ദൂരെ നാട്ടിൽ നിന്ന്, കാസർഗോഡ്, കണ്ണൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, ഇങ്ങനെയൊക്കെ പല ദൂര ദിക്കുകളിൽ നിന്ന് പോലും വളരെ റിസ്ക് എടുത്തിട്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാൻ. ആ നാടുകളിൽ വേറെ കൗൺസിലർ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അതിനേക്കാളും നല്ല ആളുകൾ അവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് വിശ്വാസവും അവർക്ക് ആശ്വാസവും ഞാനാണെന്ന് തോന്നിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ കണ്ടിട്ട് മാനസിക രോഗിയാവാന്ന് പറയണ ആ എഴുതിയ ആളുകൾക്ക് മാനസിക രോഗം ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം. എന്തായാലും അത്ര ഒരു കമൻറ്റ് സത്യത്തിൽ എന്നെ ഒരു വേദനിപ്പിക്കുകയും ചെയ്തു, ചിന്തിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ചാനൽ അത്തരം രീതിയിലുള്ള ആളുകളെ മാനസിക രോഗിയാക്കുന്ന ഒരു ചാനലാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയാം. നമ്മുടെ കയ്യിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്താനൊക്കെ ചെയ്യാറാണ്. കാരണം നമുക്ക് ഓരോ തവണയും നമ്മുടെ കയ്യിൽ പിഴവുകൾ പറ്റില്ല. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അല്ലാതെ ഞാൻ വലിയ കൊമ്പത്തുള്ള ഒരാളല്ല. നമ്മുടെ പ്രസൻറ്റേഷനിൽ പിഴവുകൾ വരാറുണ്ട്, നമ്മുടെ പറയുന്ന വാക്കുകളിൽ പിഴവുകൾ വരാറുണ്ട്. നിങ്ങളത് തിരുത്തലുമുണ്ട്. അതിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പിഴവുകളാണെങ്കിൽ സന്തോഷപൂർവ്വം നമ്മൾ ചെയ്യലുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ഒരു മാനസിക രോഗികളെ സൃഷ്ടിക്കുന്ന ഒരു ചാനലാണ് എന്നൊരു അഭിപ്രായമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഈ ചാനലിൽ ഒരു അഭിപ്രായമെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇന്ന് നമ്മളെല്ലാവരും ദുആ ചെയ്യേണ്ട ഒരു കുടുംബമുണ്ട്. കണ്ണൂർ എന്നുള്ളൊരു കുടുംബം ഇപ്പോൾ ഒരു അവധിക്കാലമാണ്, ഫാമിലിയൊക്കെ ആയിട്ട് ഊട്ടിക്ക് ടൂർ വരുന്നല്ലേ. അപ്പോൾ ഇവർ വയനാട് മുത്തങ്ങ വഴി ആ ഒരു ഫോറസ്റ്റ്, വയനാട് മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞുടനെ നമ്മളെത്തുക ഗുണ്ടൽപേട്ടിലേക്കാണ്. മനോഹരമായ പൂക്കളും കൃഷിയിടങ്ങളൊക്കെ ഉള്ള അതിസുന്ദരമായൊരു സ്ഥലം. അവിടെ നിന്നൊരു വാഹനാപകടം നടന്ന ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ആ ഒരു കുടുംബത്തിലുള്ള ഇവരുടെ ഉമ്മ മുനീറ എന്ന് പേരുള്ള 45 വയസ്സുള്ള ഉമ്മ, ഇവരുടെ മകളുടെ ഭർത്താവായ മലപ്പുറം മമ്പുറത്തുള്ള മുനീർ, പിന്നെ ഈ ഒരു പേരക്കുട്ടി, ഇവരുടെ മറ്റൊരു മകളുടെ കുട്ടിയായ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി, പിന്നെ ഒരു മരിച്ചുപോയ മുനീറിൻ്റെ ഭാര്യ ഷഹലയുടെ ഗർഭസ്ഥ ശിശു, ഇങ്ങനെ ആ കുടുംബത്തിലെ 3 ആളുകളും പിന്നെ ഈ ഗർഭസ്ഥ ശിശു അടക്കം 4 പേരുടെ ജീവനാണ് ഇല്ലാതായത്. അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്നവരൊരു പക്ഷേ അറിഞ്ഞവരുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളുടെ പ്രഹളങ്ങൾക്കിടയിൽ ചാനലിൽ പോലും ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ വന്നു. കാരണം ചാനലിലേക്ക് ഈ വാർത്ത വരുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന കിട്ടും. നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്. എനിക്ക് ഇവരെ നേരിട്ട് പരിചയങ്ങളൊന്നുമില്ല. അത്രയും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നൊരു യാത്ര, കുടുംബം ഒന്നിച്ച് നടത്തിയൊരു യാത്ര. ആ യാത്രയിലാണ് ആ റോഡ് സൈഡിൽ മയ്യത്ത് കിടക്കുന്നൊരു കാഴ്ചയൊക്കെ ഞാൻ ആ വീഡിയോയിൽ കണ്ടു. പഠിച്ചോനെ, നമ്മളൊക്കെ ഒരു വേനൽ അവധിക്ക് നമ്മളൊക്കെ ടൂർ പോകണവരാ ഫാമിലിയൊക്കെ ആയിട്ട്.
വളരെ സന്തോഷമായിട്ട് പോകുന്ന യാത്രകളാണ് പലപ്പോഴും വേദനിക്കുന്ന യാത്രയായിട്ട് മാറുക. അള്ളാഹു കാക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക, ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ഖബറടക്കൽ ചടങ്ങുകൾ കഴിഞ്ഞതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ ചാനലിലും ഇന്ന് രാഷ്ട്രീയ വാർത്തകളാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വാർത്ത. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ആ ഒരു ഉമ്മയോടൊപ്പം മകളുടെ ഭർത്താവ് അതിലുണ്ട്, അവരുടെ ഒരു ഭാര്യ ഷഹല. അവരൊക്കെ 4-5 പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിൽ ഈ ഷഹലയുടെ ആ ഒരു വീഴ്ചയുടെ ആഘാതം കൊണ്ടാവാം ഗർഭസ്ഥ ശിശു അടക്കം അതിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് വലിയൊരു വേദന. യാത്ര പോകുമ്പോൾ നമ്മളൊരല്പം വൈകിയാലും വേണ്ടില്ല, നല്ല റെസ്റ്റ് എടുത്ത് യാത്ര ചെയ്യുക. ഡ്രൈവറായ ആൾ, ഓൻ ഡ്രൈവറല്ലേ, ഓൻ ഓടിച്ചോളും. നമ്മൾ സംസാരിച്ചുകൊണ്ട് ഡ്രൈവർ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിപ്പിക്കണം. ഇടക്കിടക്കൊന്ന് ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയി. ഇത് അപ്പുറത്തെ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങാം, അവിടെ നിന്ന് വിശ്രമിക്കാമെന്ന് കരുതി പോകുമ്പോഴാണ് വിശാലമായ റോഡ്, നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു പക്ഷേ ഉറങ്ങിപ്പോയതോ മറ്റോ എന്തോ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. അവർ അപകടത്തിലാണ്. വിലപ്പെട്ട 3 ജീവൻ, പിന്നെ ഗർഭസ്ഥ ശിശു അടക്കം 4 ജീവൻ ഇല്ലാതായത്. ഇപ്പം നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ പരമാവധി ഹാപ്പി ആയിട്ട് പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. യാത്രയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് യാത്ര ഒന്ന് പതുക്കെ പോവുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ദുആ ചെയ്യുക, യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് വോട്ടെണ്ണലൊക്കെ തുടങ്ങി ഏകദേശം നമ്മുടെ നാട്ടിലുള്ള വിജയികളെയൊക്കെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മണ്ഡലത്തിലെ വിജയി ആരാണെന്നുള്ളതാണ് ചോദ്യം. അതായത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒരു മുന്നണിയാണ് അധികാരത്തിൽ വന്നത്. ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാവും ജയിച്ചിട്ടുണ്ടാവുക. എന്നാലും ഈ ജയം ഒരു അനിവാര്യമാണ്. ഒരു മാറ്റം നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെയൊരു മാറ്റം ഇത് ചില ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കില്ല ജയിച്ചിട്ടുണ്ടാവുക. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ മറുപടി നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ, ഉദാഹരണത്തിന് എൻ്റെ പൊന്നാനി മണ്ഡലം ഇന്നാൾ ജയിച്ചു, ഇങ്ങനെ നിങ്ങളുടെ ഓരോ മണ്ഡലം എഴുതുക. അവിടെ ജയിച്ച സ്ഥാനാർത്ഥി UDF ആണെങ്കിൽ UDF, LDF ആണെങ്കിൽ LDF, അതല്ല NDA ആണെങ്കിൽ NDA, ഏതാണ്. പല സ്ഥലങ്ങളിലും പല ജയങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ജയം ഏതാണ്, ഒരു സ്ഥാനാർത്ഥി ആരാണ്, പാർട്ടി ഏതാണ്, മണ്ഡലം ഏതാണ്, അതാണ് നിങ്ങൾ ഉത്തരവായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഏതൊക്കെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ഈ ഒരു വീഡിയോ വിസാൽ മീഡിയ കാണുന്നുണ്ടെന്നും കൂടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് എഴുതേണ്ട ആൻസർ നിങ്ങളുടെ മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൻ്റെ പേര്, സ്ഥാനാർത്ഥിയുടെ പേര്, അവിടെ ജയിച്ച പാർട്ടിയുടെ പേര്, അതൊക്കെ എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. വിസാൽ മീഡിയ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിസാൽ മീഡിയ ആളുകളെ മാനസിക രോഗിയാക്കുന്ന ഒരു ചാനലൊന്നുമല്ല. ഇതിൽ കോമഡി ഒന്നും ഉണ്ടാവില്ല. നമ്മളിതിൽ തമാശ പറയുന്ന എൻ്റെ കുടുംബത്ത് അത് പോയി ഇങ്ങോട്ട് പോയി, ഞാൻ കല്യാണത്തിന് പോയി, അങ്ങനെ എൻ്റെ ഫാമിലി മാറ്റേഴ്സ് ഒന്നും ഞാൻ അങ്ങനെ ഇതിൽ പറയാറില്ല. അത് പുറത്തുനിന്ന് ഒരുപാട് പേര് നമ്മളെ ചാനൽ കാണുന്ന ഒരു സന്തോഷം പങ്കുവെക്കും. ഞാൻ ഇന്നലെ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിലുള്ള ഫാൽക്കൺ മാളിൽ പോയി. ഫാൽക്കൺ മാളിൽ ഇപ്പോൾ ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്തതാണ്. അവിടെ ഭയങ്കര സന്തോഷം. അവിടെ നിന്ന് ആദ്യം ഞാൻ കണ്ട ഒരു ഉസ്താദിനും കുടുംബത്തിനെയാണ്. അവർ നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണ്, സന്തോഷം പങ്കിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഞാൻ വിസാൽ മീഡിയ കാണുന്ന ഒരാളാണ്, നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉമ്മ പൊറുങ്ങിലുള്ള ഒരാളാണ്, പഴഞ്ഞിയിൽ, വെളിങ്ങോട് പഴഞ്ഞിയിലുള്ളവരാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളുടെ കളിസ്ഥലങ്ങളിലേക്ക് പോയപ്പോഴാണ് ഒരു കുടുംബം വന്ന് പരിചയപ്പെടുന്നത്. അവർ മൂക്കുത്തല, ചങ്ങരകുളം മൂക്കുത്തലുള്ളവരാണ്. അവർ വന്ന് സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവർ പോയത്. അപ്പോൾ നമ്മളോട് എവിടെന്നെങ്കിലും കാണുമ്പോഴൊക്കെ സന്തോഷങ്ങളൊക്കെ പങ്കിടുന്നു. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഇന്നലെ റീസെൻ്റ്ലി സംഭവിച്ചൊരു സംഭവം പറഞ്ഞതാണ്. നമ്മളിവിടെ ചെല്ലുമ്പോഴും നമ്മൾ പരിചയമുള്ള ആളുകൾ നമുക്ക് സൗഹാർദ്ദവും സ്നേഹവും സമ്മാനിക്കുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഇത് കാണുന്നവർക്കൊക്കെ മാനസിക രോഗമാണ്, ഇങ്ങനെ മാനസിക രോഗികളുടെ എണ്ണം കൂടുന്നതാണെന്ന് അധിക്ഷേപിച്ചപ്പോൾ അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, സത്യസന്ധതയുണ്ട്, ഹക്കുണ്ട് എന്നുള്ളത് നിങ്ങളും കാണുന്നവരാണല്ലോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ധൈര്യമായിട്ട് പറയാട്ടോ. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം പറയാൻ നമ്മൾ അങ്ങനെ വിചാരിക്കാനൊന്നുമില്ല. നിങ്ങൾ വിമർശിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള പിഴവുകൾക്ക് ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ പറ്റുക. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് പങ്കുവെക്കുക. അങ്ങനെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, സബ്ജക്റ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഒരു അപകടം നമ്മൾ പറഞ്ഞാൽ ആ അപകടത്തിൽ പെടുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പറയലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും വല്ല ക്രൈമോ മറ്റോ നടന്ന് നമ്മൾ പറയുമ്പോൾ ആ ക്രൈം നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാനും അതിൻ്റെ സത്യസന്ധമായ വാർത്ത പറയലുണ്ട്. ഇപ്പം ഇന്നലെ നമ്മളൊരു ഉസ്താദിൻ്റെ വാർത്ത പറഞ്ഞു. ആ ഉസ്താദിന് സംഭവിച്ചത് ഞാൻ മനഃപൂർവ്വമാണ് ആ ഉസ്താദിൻ്റെ സ്ഥലം ഞാൻ പറയാതിരുന്ന, ഉസ്താദിൻ്റെ പേര് പറയാതിരുന്നത്. നമുക്ക് ഒരാളുടെ പേര് പറഞ്ഞിട്ടോ സ്ഥലം പറഞ്ഞിട്ടോ അവരെ കുടുക്കിലാക്കാനും നമുക്ക് ഉദ്ദേശമില്ല. പക്ഷേ ആ പർപ്പസ്, നമ്മുടെ പർപ്പസ് എന്താണ്, ആ സബ്ജക്റ്റ് പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കലുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു വിഷയം മുമ്പൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ പൊതു നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്, അല്ലാതെ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താനോ ഉദ്ദേശങ്ങൾ കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ചാനലിന് അങ്ങനെ മാനസിക രോഗികൾ ഉണ്ടാകുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾ പറയും, നമുക്ക് ഇൻഷാ അല്ലാഹ് മാറ്റങ്ങൾ വരുത്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ചാനലിനെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയരുത്. ഇതിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ പങ്കുവെക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.